ദുരന്തഭൂമിയിൽ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങി. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. മുണ്ടക്കയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. സന്തോഷ് ചേരുന്നു. സന്തോഷ്, വിശദാംശങ്ങൾ. ഷമി, ഈ മുണ്ടക്കൈ മേഖലയിലാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. ഇവിടെ തകർന്ന കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ വീടുകൾ, റിസോർട്ടുകൾ, ഇങ്ങനെയുള്ള നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലയാണ് മുണ്ടക്കൈ മേഖല. ഈ സ്ഥലത്താണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. ഈ പ്രദേശത്തുള്ള ഈ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കണക്കെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പിൽ കഴിയുന്നവർ അവരുടെ തകർന്ന വീടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. നിരവധി കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ കടകളും വീടുകളും റിസോർട്ടുകളും എല്ലാം തകർന്ന ഒരു മേഖലയാണ് മുണ്ടക്കൈ. ആ പ്രദേശത്തെത്തിയാണ് നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അത് ഇന്നും ഈ മേഖലയിൽ തുടരുകയാണ്. ഈ ക്യാമ്പിൽ കഴിയുന്നവർ അവരെ കൂടി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കണക്കെടുപ്പ് നടത്തുന്നത്. റവന്യൂ വകുപ്പാണ് ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. ഒരു ഭാഗത്ത് ആ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. അതായത് ഒന്ന് ഈ ദൗത്യമാണ്, മണ്ണിനടിയിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുന്ന ദൗത്യമാണ്. അതിനോടൊപ്പം തന്നെയാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ മറ്റ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ റവന്യൂ വകുപ്പ് ഒരു കണക്കെടുപ്പ് ഈ മേഖലയിൽ നടത്തുന്നത്. ഈ പുനരധിവാസത്തെ സംബന്ധിച്ച് വീണ്ടും ഈ തകർന്ന മേഖല എത്രത്തോളം നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി കണ്ടെത്താനും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് അത്തരത്തിലുള്ള ഒരു കണക്കെടുപ്പ് നടത്തുന്നത്. ഇവിടെയുള്ള ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ തകർന്ന കെട്ടിടങ്ങളുടെ എല്ലാം അടുത്തെത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു വിവരശേഖരണം റവന്യൂ വകുപ്പ് നടത്തുന്നത്. ഷമ്മി. സന്തോഷ്, അങ്ങേറ്റം ദുഷ്കരമായ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പരാതികൾ ഉയരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ വീട്ടുകാരെ കൂടി പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു കണക്കെടുപ്പ് നടക്കുന്നത്. പക്ഷേ വലിയ ഒരു പ്രദേശം, അട്ടമല, അതുപോലെ തന്നെ ചൂരൽമല, ഒപ്പം മുണ്ടക്കൈ, നാഗമല, ഈ 4 സ്ഥലങ്ങളിലും ആൾതാമസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സന്തോഷ്. തീർച്ചയായും അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ച ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട, അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. മുണ്ടക്കൈ എന്ന് പറയുന്നത് ഇതിന് മുകളിലേക്കുള്ള ആളുകൾ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും മറ്റെല്ലാ കാര്യങ്ങൾക്കുമായി സമീപിക്കുന്ന ഒരു 10ഓളം കടകളുള്ള 2-3 ആരാധനാലയങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഇവിടെയാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു മേഖല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെയുള്ള കടകൾ ഒന്നുപോലും അവശേഷിച്ചിട്ടില്ല. എല്ലാ കടകളും പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഇരുനില വീടുകൾ ഉൾപ്പെടെയുള്ള വീടുകളുണ്ട്. ആ വീടുകൾ നിലം പൊത്തിയ സ്ഥലമാണിത്. അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചില വീടുകൾ അതിൽ അതിജീവിച്ചിട്ടുണ്ടെങ്കിലും ഭാഗികമായി തകർന്ന നിലയിലാണുള്ളത്. ബഹുഭൂരിപക്ഷം വീടുകളും പൂർണ്ണമായി തകർന്ന നിലയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് സാധ്യമാകണമെങ്കിൽ ഈ അതിജീവിച്ച ആളുകൾ എത്തുകയും അവരതിൻ്റെ വിശദാംശങ്ങൾ പറയുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് പ്രത്യേക ജീപ്പുകളിൽ ക്യാമ്പിൽ കഴിയുന്നവരെ ഉൾപ്പെടെ ഈ പ്രദേശത്ത് എത്തിച്ച് അവരുടെ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം അടുത്തെത്തി ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. ഈ മേഖലയിൽ, മുണ്ടക്കൈ മേഖലയിൽ റിസോർട്ടുകളും അതോടൊപ്പം തന്നെ ഹോം സ്റ്റേകളും എല്ലാം തകർന്നവയിൽ പെടുന്നുണ്ട്. അവിടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഈ നാശനഷ്ടങ്ങളുടെ ഈ റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും എല്ലാം എത്തിയാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഷമി.